ഹായ്, നമ്മുടെ മലയാളികളുടെയൊക്കെ ഫേവറേറ്റ് ഡിഷാണല്ലോ സീ ഫുഡ് ബക്കറ്റ് എന്ന് പറയുന്നത്. സീ ഫുഡ് യഥാർത്ഥത്തിൽ ഒരു തായ് ഡിഷാണ് കേട്ടോ. ആ തായ് ഡിഷ് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം എന്ന് വെച്ചാൽ ഞണ്ട് എടുത്തിട്ടുണ്ട്, കൊഞ്ച്, കക്ക, സ്ക്വിഡ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ബോയിൽ ചെയ്യാൻ വെക്കുവാണ്. ആദ്യം ഞാൻ കക്ക അടുപ്പത്താക്കിയിട്ടുണ്ട്. കക്ക അടുപ്പത്തിരിക്കുമ്പോൾ തന്നെ അടുത്ത് നമ്മുടെ ഞണ്ട് നന്നായിട്ട് വാഷ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ മണലിൻ്റെ തരിയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഞണ്ട് കൂടെ അടുത്ത അടുപ്പിലേക്ക് വെച്ചു. ഇനി നമുക്ക് വേണ്ട നമ്മുടെ സ്ക്വിഡാണ്. അത് ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. അതിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പൊക്കെ ഇട്ട്. ഇനി അടുത്തതായിട്ട് ഞണ്ട് അത്യാവശ്യം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഞണ്ട് ഒരു പാത്രത്തിലേക്ക് കോരിയിട്ട് ആ വെള്ളത്തിൽ തന്നെ ഞണ്ട് വേവിച്ച് വന്ന് ആ വെള്ളം ഒരിക്കലും കളയരുത്. ആ വെള്ളത്തിലാണ് നമ്മൾ ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ആ വെള്ളത്തിൽ തന്നെ ഞാൻ കൊഞ്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബിക്കോസ് കൊഞ്ചിന് വേവ് കുറച്ച് കുറവായതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ കൊഞ്ച് കുറച്ച് സമയം മതി, ഒരു 5-10 മിനിറ്റിനകം കൊഞ്ച് നമുക്ക് വെന്ത് കിട്ടും. കൊഞ്ചിന് ഞാൻ വേവിച്ച് അതും എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കോൺ നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഒരു 2-3 കോൺ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് 1-2 അല്ലെങ്കിൽ 3 കോൺ എടുത്ത് നന്നായിട്ടൊന്ന് 2-3 പീസാക്കിയതിന് ശേഷം അത് ഞാൻ ഇഡലി പാത്രത്തിൽ ആവി കയറ്റാൻ വെച്ചു. ഇതെല്ലാം ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇതിനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് സവോള, അത് നന്നായിട്ട് ഏറെ നമ്മൾ സവോളയും തക്കാളിയും എല്ലാം എടുക്കണം കേട്ടോ. കാരണം ഇതിന് മസാല ഒത്തിരി വേണം, ഇതിലെല്ലാം മിക്സ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലയാണ് ചേർക്കുന്നത്. അപ്പം നന്നായിട്ട് സവോള എടുത്തോളൂ. ഒരു 5-6 സവോള, ഏറ്റവും വലിപ്പമുള്ള സവോള, പിന്നെ ഒരു 1/2 കിലോയോളം നമ്മുടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് കട്ട് ചെയ്ത്, ഒത്തിരി ഫൈൻ ചെറുതാണെന്ന് ആക്കണ്ട, മീഡിയം വലിപ്പം മതി. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വലിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. വലിയ പീസ് ബട്ടർ ഇടാൻ പറഞ്ഞ കാര്യം, നമ്മളിത് കുക്ക് ചെയ്യാൻ ഓയിലല്ല ഉപയോഗിക്കുന്നത്, ബട്ടർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. എങ്കിലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം ബട്ടർ ഞാൻ ഉരുക്കി എടുത്തിട്ട് ആ ഉരുക്കിയതങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കുറച്ച് ബട്ടറിനകത്തേക്ക് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത സവോളയും ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് ഒത്തിരി നിങ്ങൾ ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊന്നും ആകണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായതിന് ശേഷം ചൂട് മാറിയിട്ട് നമുക്കൊരു മിക്സിയിലേക്കിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ സംഭവം അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ബോയിൽ ചെയ്ത് വെച്ച എല്ലാ നമ്മുടെ സീ ഫുഡിൻ്റെ സാധനങ്ങളും അതും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഒരു പീസ് ബട്ടർ കൂടെ നമ്മുടെ ഒരു പാൻ വെച്ചിട്ട് ആ ബട്ടർ ഇട്ടു. നേരത്തെ നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിട്ട് ആ ബട്ടറും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ബട്ടറിനകത്ത് നിന്ന് സോട്ടായതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ചിരുന്ന ആ മസാല കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, കറി മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങൾ പൊടി ഐറ്റംസ് ചേർക്കുക. പിന്നെ മല്ലിപ്പൊടിയൊന്നും ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മല്ലിയുടെ ചുവ മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് മല്ലിപ്പൊടി ഒത്തിരി ചേർക്കേണ്ട, ആവശ്യത്തിന് മാത്രം മുളക് പൊടിയൊക്കെ ചേർക്കുക. പിന്നെ കറി മസാലയും ഒത്തിരി നമ്മൾ ചേർക്കരുത്. അതിനുശേഷം അത്യാവശ്യം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്റർ കളയാതെ വെച്ചേക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ വെള്ളം കൂടെ ചേർത്ത് ഇനി ഇതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ പീസസും ഇട്ട് കൊടുക്കുക. നമ്മുടെ ഞണ്ട്, കൊഞ്ച്, കക്ക, സ്ക്വിഡ്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ ബോയിലായി വന്നപ്പോൾ ഒരു 1.5 കിലോയോളം മീറ്റ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിളച്ച് ഒരു കുറുകൽ പരുവാകുന്ന വരെ നമ്മൾ അടുപ്പത്ത് വെക്കുക. പക്ഷെ നമ്മൾ കൂടെ ഇരിക്കണം, അടിയിലൊന്നും പിടിക്കരുത്. കാരണം നല്ല ബട്ടറും ഇതെല്ലാം ചേർത്തെടുത്തേക്കുന്നതുകൊണ്ട് അടിയിടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോണും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മല്ലിയില ചേർക്കാം. മല്ലിയില ഇതിന് നല്ലൊരു ഫ്ലേവർ തരുന്ന സാധനമാണ്. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, ഒറിഗാനോ ഇതിനകത്ത് ചേർക്കുക. ഒറിഗാനോയുടെ പൗഡറും 1 സ്പൂൺ ചേർക്കുക. അതും ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്ന സാധനം. അപ്പം നമ്മുടെ മസാല ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ടാണ് കേട്ടോ വീഡിയോയുടെ ലെങ്ത് കൂടാതെ. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത് നമ്മുടെ നല്ല ബിരിയാണിയുടെ അരി വെച്ചുണ്ടാക്കിയ ചോറാണ് കേട്ടോ. ആ ചോറ് നമ്മൾ നന്നായിട്ട് വേവിച്ചൊരു വലിയ പാത്രത്തിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുസരിച്ച് നമുക്ക് ഇടാം, നീളത്തിലോ റൗണ്ടിലോ ഒക്കെ നമുക്ക് ഈ മസാല, ഈ കറി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ചുറ്റും ഇരുന്ന് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ പറ്റും. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചോളൂ കേട്ടോ.